നമസ്കാരം. SIRന്റെ കരട് വോട്ടർ പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു. പലരും അത് നോക്കി പരിശോധിച്ചും കഴിഞ്ഞു. എന്നാൽ പരിശോധിച്ചിട്ടും കിട്ടാത്ത കുറെ ആൾക്കാരുമുണ്ട്. എങ്ങനെ പരിശോധിക്കണമെന്ന് അറിയാത്തവരുണ്ട്. അല്ലാതെ തന്നെ കുറച്ച് ആശങ്കകൾ പങ്കുവെക്കുന്നവരുണ്ട്. ഫോം 7 എങ്ങനെയാണ്, ഫോം 8 എന്താണ്, ഫോം 6 എന്താണ് എന്നൊക്കെ അറിയാത്തവരുണ്ട്. ഇനി ഞാനത് കൊടുക്കുന്നില്ല, പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് വിടുന്നെങ്കിൽ പോട്ടെ എന്ന് കരുതി നിന്നവരുമുണ്ട്. എല്ലാ തരം ആൾക്കാരുമുണ്ട്. പക്ഷെ നമ്മുടെ താഴെ വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ള ചില കമന്റുകളും എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുള്ള ചില മെസ്സേജുകളും ചില ആശങ്കകൾ ഇപ്പോഴും ജനങ്ങളിൽ നിലനിർത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അത്തരം ആശങ്കകൾ ഒന്ന് പങ്കുവയ്ക്കാനും എന്തുകൊണ്ടാണ് ആ ആശങ്കകൾ ഉണ്ടായത് എന്ന് പങ്കുവയ്ക്കാനും ഞാൻ വീഡിയോ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം ഇതുവരെ കരട് വോട്ടർ പട്ടിക ലിസ്റ്റ് പരിശോധിച്ചിട്ട് കഴിയാത്തവർക്ക് അതെങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അറിയാമല്ലോ, ഇത് കുറച്ച് ദിവസമായി അതിന്റെ ലിസ്റ്റ് വന്നിട്ട് അത് മിക്കവാറും എല്ലാവരും പരിശോധിച്ച് കഴിഞ്ഞു. മിക്ക വീഡിയോകളിലും ഒരുപാട് യൂട്യൂബുകളിലും മറ്റും എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അത്തരം ഒരു സാഹസത്തിന് മുതിരുന്നില്ല. ഞാൻ അവസാനം ചേർക്കാം. ഇതുവരെ ലിസ്റ്റ് പരിശോധിക്കാത്തവർക്ക് ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ അവസാന ഭാഗത്ത് ഞാൻ അതിന്റെ വിശദമായ വിവരങ്ങൾ കൊടുക്കാം. ഇപ്പോൾ ആശങ്ക എന്തിനാണ് എന്നതിനാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഈ SIRമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏകദേശം 30 ലക്ഷം പേർ സാധാരണഗതിയിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞിരുന്നു. അത് 1 കോടി വരെ നീളാം. 1 കോടി പേര് പുറത്തു പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞിരുന്നു. ആ 1 കോടിയുടെ കണക്ക് പറഞ്ഞത് അന്നത്തെ സാഹചര്യത്തിലാണ്. എന്നാൽ പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ ചില മാറ്റങ്ങൾ വരുത്തുകയും ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്തതോടുകൂടി ആ 1 കോടി എന്നുള്ളത് ഒരു മാറ്റം വന്നു. ഇപ്പോ അതിനൊരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വോട്ടർമാർ ഇപ്പോൾ നിലവിലെ കരട് പട്ടികയിലെ പ്രധാന വിവരങ്ങൾ വെച്ച് നോക്കേണ്ടതുണ്ടെങ്കിൽ 2,54,42,352 വോട്ടർമാരാണ് ഇപ്പോൾ കരട് വോട്ടർ പട്ടികയിലുള്ളത്. അതായത് 30 ലക്ഷത്തിന് താഴെ എന്ന് പറഞ്ഞിരുന്നത് 24 ലക്ഷം പേര് പോയി കഴിഞ്ഞു. ഈ 24 ലക്ഷം പേര് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് 6.49, അതായത് 6.5 ലക്ഷത്തോളം പേര് മരിച്ചവരും 14.5 ലക്ഷം പേര് താമസം മാറിയവരും ആണ് എന്നാണ്. ഇവിടെ ഒരു അപകടമുണ്ട്. 2002 SIRൽ താമസം മാറിയവരുടെ ലിസ്റ്റ് ഒന്നാകെ പോയ ഒരു വിഷയമുണ്ട്. അതായത് അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, ആൾക്കാർ അറിയുന്നില്ല. അന്നത് കുറച്ച് ആൾക്കാരെ മാഷന്മാരെ BLO എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അന്ന് എന്തായിരുന്നു അവരുടെ പേരൊന്നും എനിക്കറിയില്ല. അന്ന് ചിലരെ മാഷന്മാരെ ചുമതലപ്പെടുത്തി അങ്ങോട്ട് വിട്ടു ഈ SIR ലിസ്റ്റ് പേര് ചേർക്കാൻ വേണ്ടിയിട്ട്. അവർ പല വീടുകളുടെയും പരിസരത്തുള്ള വീടുകൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇരുന്നിട്ട് ബാക്കിയുള്ളവരുടെ വീടുകൾ എന്തെങ്കിലുമൊക്കെ എഴുതിപ്പോയി. എന്തൊക്കെ എഴുതി ഇങ്ങോട്ട് പോയി. അവരുടെ പേര് തെറ്റി, അവരുടെ എന്താ പറയാ വയസ്സ് തെറ്റി, മേൽവിലാസം തെറ്റി, വീട്ടുപേര് തെറ്റി, പലതും തെറ്റി. അങ്ങനെ തെറ്റിച്ചൊക്കെ സൗകര്യം പോലെ അവർ എഴുതി അങ്ങോട്ട് പോയി. ഈ സമയത്ത് പറ്റിയ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട് പണിയുമായിട്ടും മറ്റും താമസം മാറിയ കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്കുടെ വിവരങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവരുടെ വിവരങ്ങൾ ഒന്നാകെ രേഖപ്പെടുത്താതെ പോയ സാഹചര്യങ്ങളുണ്ട്. അതായത് പുതിയ താമസം മാറിയിട്ടുള്ള താൽക്കാലികമായി താമസിക്കുന്ന ഭാഗത്ത് അവർ ചേർത്തിട്ടില്ല. ചേർക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തുകാരല്ല. അവർ ആദ്യം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വല്യപ്പനും അപ്പനും അപ്പൂപ്പനും പേരമക്കളും എല്ലാം കൂടോടെയാണ് താമസത്തിന് മാറിയത്. അങ്ങനെ മാറിയത് കൊണ്ട് പുതിയ സ്ഥലത്ത് ചേർത്തതുമില്ല, ആദ്യത്തെ സ്ഥലത്ത് പേരുണ്ടായതുമില്ല എന്ന ഒരു പ്രശ്നം ഉണ്ടായപ്പോ 2002 പേരുള്ള മാതാപിതാക്കളുടെ പേരോ മാതാപിതാക്കളുടെ പേരോ ചേർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. അവർ ഇപ്പോഴും പ്രശ്നത്തിലാണ്. അവർക്ക് രേഖകളില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. എല്ലാവർക്കും ഫോം 6 പ്രായോഗികമല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോ ചില ആശങ്കകൾ സ്ഥാനത്ത് തന്നെയാണ്, അസ്ഥാനത്തല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിന്റെ കാരണം 2 രേഖകളാണ് പ്രധാനമായും ചോദിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഒന്ന് നമ്മുടെ ജനന തീയതി, ജനന സ്ഥലം, ഇത് രണ്ടും സാക്ഷ്യപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു രേഖ. ജനന തീയതി, ബർത്ത് ഡേറ്റും ബർത്ത് പ്ലേസും, ഇത് രണ്ടും തെളിയിക്കുന്ന ഒരു രേഖ നമുക്ക് വേണം. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് അഡ്രസ്സിന്റെ ഒരു രേഖയും വേണം. ഈ 2 രേഖയാണ് പ്രധാനമായിട്ടും വേണ്ടത്. നമുക്കിത് രണ്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ 2002 ലിസ്റ്റിൽ ഉണ്ടാവുകയും ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ പിതാവിന്റെ മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും ഒരാളുടെ രേഖ നമ്മളിത് കൊടുക്കേണ്ടി വരും. അതായത് അവർ ഇവിടെ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കേണ്ടി വരും. ഇവിടെയും ഉണ്ടൊരു കുഴപ്പം. പൗരത്വ രേഖ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ചാനലുകൾ വിഷയമുണ്ടാക്കുന്നുണ്ട്. പൗരത്വ രേഖ അല്ലാതെ പിന്നെ എന്താ ചോദിക്കേണ്ടേ? ഇന്ത്യയിൽ വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യയുടെ നിയമം അതാണ്. മറ്റു ചില രാജ്യങ്ങൾ
ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യക്കാർ തന്നെ ഇപ്പോൾ ബ്രിട്ടനിൽ അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അമേരിക്കയിൽ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് കൗണ്ടികളിലൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവിടെ അധിവസിക്കുന്ന എല്ലാവരുടെയും മെമ്പറായി ഒരുപക്ഷെ അവർ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്റെ അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങൾ തിരുത്തിയേക്ക്. ഏതായാലും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ ഒരു തെറ്റായിട്ട് കാണണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആരാണ് പൗരന്മാർ, എങ്ങനെയാണ് അവരുടെ പൗരത്വം സ്ഥാപിച്ചെടുക്കുന്നത് എന്നതെടുത്താണ് അതിന്റെ പ്രധാന പ്രശ്നം വരുന്നത്. അതാണ് ഇവിടെ ബാധകമാകുന്നത്. അതായത് ഇവിടെ ഒരാൾക്ക് ജനന രേഖയുണ്ട്, അയാൾ ഇവിടെയാണ് ജനിച്ചത് എന്നതിന്റെ രേഖയുണ്ട്, ജനന പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. ആ നിലയ്ക്ക് അവരുടെ മാതാപിതാക്കളുടെ രേഖ എങ്ങനെ ഉണ്ടാക്കും? അവർ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ സർട്ടിഫിക്കറ്റിലോ പാസ്പോർട്ടിലോ ആണ് ഈ രേഖ ഉണ്ടാകുക. പാസ്പോർട്ട് ഒരുപക്ഷെ അവർക്ക് ഉണ്ടായെന്ന് വരും. സ്കൂൾ സർട്ടിഫിക്കറ്റ് അവർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പഴയ ആൾക്കാരുടെ കാര്യമാണോ, ഈ സാധാരണക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, അല്ലാതെ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അവരുടെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തലമുറകളായിട്ട് അവിടെ എല്ലാ ഡോക്യുമെന്റും ഉണ്ടാവും. ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കളായിട്ടുള്ളവർ അവർ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അവരെ പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ രേഖയാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് അതിന്റെ പ്രശ്നം. നിങ്ങൾക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ ആൾക്കാർ ചോദിക്കുന്ന അവരുടെ മാതാപിതാക്കളെ, അവർക്ക് ചുരുങ്ങിയത് ഒരു 45 വയസ്സിന് മേലെ പ്രായമുണ്ടോ, 45-50 വയസ്സിന് മേലെ പ്രായമുണ്ടോ, ഉറപ്പല്ലേ? അവരുടെ പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ഇവർക്ക് വേണം. കാരണം അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് സ്ഥാപിച്ചു കൊടുത്താൽ മാത്രമേ ഇവർക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സിമ്പിളായി രേഖ കൊടുക്കാന്ന് പറയുന്നെങ്കിലും ഇവിടെ ഒരു അപകടമുണ്ട്. അവരുടെ രേഖ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ രേഖയാണ് എടുക്കേണ്ടത്. അവർ ഒരുപക്ഷെ ലിസ്റ്റിൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവർ ലിസ്റ്റിൽ വരണമെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ രേഖയാണ് വേണ്ടത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതായത് ഈ പറഞ്ഞ നിലയിലുള്ള പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടാവില്ല. കാര്യം നമ്മുടെ ഇതിനു മുമ്പുള്ള ചരിത്രം എന്ന് പറയുന്നത് വീട്ടിൽ പ്രസവിക്കുന്നു, സ്കൂളിൽ തോന്നിയതുപോലെ എഴുതുന്നു, അങ്ങനെയൊക്കെയാണ്. ചിലർക്ക് സ്കൂളിൽ പോയിട്ടുണ്ട്, ചിലർ പോയിട്ടില്ല, ചിലർക്ക് ജനനരേഖയുണ്ട്, ചിലർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെ പല രീതിയിലാണ്. അപ്പോൾ ജെനുവിനായിട്ട് ഇതൊക്കെ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യം വലിയൊരു വിഭാഗത്തിനുണ്ട്. അവർ ഈ വോട്ടർ ലിസ്റ്റിന് പുറത്തു പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അത് നീക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. നീക്കാതിരിക്കാൻ പറ്റൂലല്ലോ. കാരണം ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളരുന്ന ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ വോട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേ പറ്റൂ. അതല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അന്ന് മുതലെല്ലാം പ്ലസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും സർക്കാർ രേഖയിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഒന്നുമില്ല. ഈ അടുത്താണ് അത് തുടങ്ങിയത്. അതുകൊണ്ട് 90-നൊക്കെ ശേഷമാണ് അത് തുടങ്ങിയത്. അതുകൊണ്ട് അതിനു മുമ്പ് ജനിച്ചവർക്കൊന്നും പ്ലേസ് ഓഫ് ബർത്ത് രേഖയൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഇപ്പോൾ വോട്ടില്ല എന്നുണ്ടെങ്കിൽ വോട്ട് ചേർക്കാൻ മാർഗമില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. നോക്കാം. ഏതായാലും കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് തെറ്റിതിരുത്തേണ്ടവർക്ക് ജനുവരി 22 വരെ അപേക്ഷ കൊടുക്കാന്നാണ് പറയുന്നത്. ജനുവരി 22, അതായത് പേര് ചേർക്കാൻ വേണ്ടിയിട്ട് തെറ്റ് തിരുത്തേണ്ടവർക്ക് അല്ലെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക്, നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തവരുടെ കാര്യമായിരിക്കും പറയുന്നത് കേട്ടോ, അവർക്ക് 22 വരെ അപേക്ഷിക്കാന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അത് ലിസ്റ്റിൽ പേരില്ല എന്നുണ്ടെങ്കിൽ, അതായത് കരട് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട എന്നും, ഫോം 6 ഉപയോഗിച്ചിട്ട് പുതിയതായിട്ട് ചേർക്കാമെന്നും, അല്ലെങ്കിൽ പ്രവാസി വോട്ടർമാർക്ക് 6A ഉപയോഗിച്ച് ചേർക്കാമെന്നും, പിന്നെ അനർഹമായ പേരുകൾ വീണ്ടും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ സാധ്യതയില്ല, അത് ഫോം 7 ഉപയോഗിച്ചിട്ട് ഒഴിവാക്കാമെന്നും, പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ അക്ഷരത്തെറ്റും മറ്റു കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ട്, എങ്ങനെ ഞങ്ങൾ തിരുത്തും എന്ന്, അത് ഫോം 8 ഉപയോഗിച്ച് തിരുത്താനും. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനുവരി 22 വരെ നമുക്ക് സമയമുണ്ട്. അതായത് ജനുവരി 22 വരെ സമയമുണ്ട് എന്നാണ് പറയുന്നത്. ഓൺലൈനായിട്ട് വോട്ടർ ഹെൽപ്പ് ആപ്പ് വഴിയിട്ടോ അതല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ, വെബ്സൈറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ നമ്മളെ BLO ഉണ്ടല്ലോ, പ്രദേശത്തെ BLO, നമ്മുടെ BLO, ആ BLOയുടെ സഹായത്തോടു കൂടി വേണമെങ്കിൽ അങ്ങനെ മാറാന്ന് പറയുന്നുണ്ട്. ഏതായാലും ഫെബ്രുവരി 21, അടുത്ത വർഷം ഫെബ്രുവരി 21 ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നത്. അതുവരെ ഒരു ആശങ്ക തന്നെയാണ് അല്ലേ? എത്ര പേര് കയറും എന്നതിനെ കുറിച്ച്, ഇനി എത്ര പേർക്ക് കയറാൻ കഴിയുമെന്ന്, എത്ര പേർക്ക് രേഖകൾ ഹാജരാക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ആശങ്ക തന്നെയാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും വരും ദിവസങ്ങൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഞാൻ കൊടുക്കാം. ഇനി എങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റിൽ പേര് ചേർക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ അടുത്ത പറയുന്നത്. അതിൽ 3 മാർഗങ്ങളാണുള്ളത്. ദേ കാണുന്ന വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവാം. സെർച്ച് ബൈ എപ്പിക് എന്ന് പറയുന്ന മുകളിലെ ഈ ഭാഗത്ത് ഈ ഒരു മഞ്ഞ നിറത്തിൽ കാണുന്നതിൽ ഒന്ന് ക്ലിക്ക്, മഞ്ഞ എന്ന് പറയാൻ പറ്റൂലല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എപ്പിക് നമ്പർ കൊടുക്കാൻ പറ്റും. അവിടെ നിന്നിട്ട് സ്റ്റേറ്റും കൂടെ കൊടുത്തിട്ട് താഴെ ക്യാപ്ചർ രേഖപ്പെടുത്തിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ആ പേര് വരും. ഇനി അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങളുടെ
പിന്നെ പേര് കൊടുക്കുക, തൊട്ടപ്പുറത്ത് റിലേറ്റീവിന്റെ നെയിം എന്തെങ്കിലും കുറച്ച് അക്ഷരങ്ങൾ കൊടുക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതൊക്കെ വയസ്സ്, അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്തിട്ട് ക്യാപ്ചർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റ് അവിടെ കാണാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ രീതിയാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നത്. ആ മൊബൈൽ നമ്പർ നമുക്ക് സെർച്ച് ബൈ മൊബൈൽ എന്നുള്ള നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മളിപ്പോ ഫോം ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തില്ലേ, ഏതെങ്കിലും മനുഷ്യ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അതിൽ നമ്മളൊരു മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്ത നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്യാപ്ചർ കൂടെ കൊടുത്തതിന് ശേഷം OTP കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ നമ്മളുടെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കാം. ഇനി ഈ 3 രീതിയിലും പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ BLOയുടെ സഹായം ഒന്ന് തേടുക. ലിസ്റ്റിലുണ്ടോ എന്ന് ഫൈനലായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോം 6 ഉപയോഗിച്ചിട്ട് വോട്ട് ചേർക്കാൻ മറക്കരുത്. വോട്ട് ചേർക്കുമ്പോൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അതിനുള്ള മാർഗങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുമെന്ന് തന്നെ കരുതാം. ഇല്ലെങ്കിൽ വീണ്ടും ഒരുപാട് പേർ വോട്ടർ ലിസ്റ്റിന് പുറത്തു പോകും. ഏതായാലും നമ്മുടെ രേഖകളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുക. മാതാപിതാക്കളുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തെളിയിക്കുന്ന രേഖകൾ വെക്കുക. അതായത് ആരുടെ വോട്ടാണോ ചേർക്കേണ്ടത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഒക്കെ ആവശ്യമുണ്ടാവും. തെളിയിക്കേണ്ടി വരും, ഒരാളുടെങ്കിലും തെളിയിക്കേണ്ടി വരും എന്നാണ് എനിക്ക് കൊടുക്കുന്നത്. കാരണം അതാണല്ലോ നമ്മൾ കൊടുക്കണേ. അപ്പോൾ ആ രേഖകൾ എല്ലാവരും ശരിയാക്കി വെക്കണം. ഇനിയും ശരിയാക്കാത്തവർ എത്രയും പെട്ടെന്ന് ശരിയാക്കി വെക്കുക. എല്ലാവരും ഈ വരുന്ന 2026 SIR ലിസ്റ്റിൽ ഉണ്ടാകാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത SIR എന്നാ വരിക എന്ന് പറയാൻ പറ്റില്ല. കാരണം 2002 നമുക്ക് ലാസ്റ്റ് SIR വന്നത്. അതിനുശേഷം നമുക്ക് ഇപ്പോഴാണ് വരുന്നത്, ഈ 2025 വരുന്നത്. ഇനിയും ചിലപ്പോൾ ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് 2050 2045 ഒക്കെ ആയിരിക്കും ഇനി വരിക, പുതിയ ലിസ്റ്റ് വരിക. അന്ന് പിന്നെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ നമ്മുടെ അന്നത്തെ തലമുറ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നേ നമ്മൾ ഡോക്യുമെന്റിൽ ശരിയാക്കി വെക്കുക. SIRനെ നിസ്സാരവൽക്കരിച്ച് കാണാതിരിക്കുക. Different angles. Don't forget to subscribe and support this channel.